മനുഷ്യന് മണ്ണിൽ മനസ്സില്ലേ മന്ന, മരിക്കില്ലേ മറവി മറിച്ചിട് പൊന്ന. മനസാക്ഷി മലിനം മറക്കുന്നതെന്ന, മനം മതി മറന്ന് മതിക്കല്ലേ അതെന്ന. കണ്ണീരും സങ്കടവും മാത്രം ബാക്കിയായ ഒരു കുടുംബത്തെ വീണ്ടും വീണ്ടും ചവിട്ടി മെതിക്കാൻ നോക്കുന്ന ചില മനുഷ്യരുണ്ട് നമുക്കിടയിൽ. പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ മരണത്തോടെ തകർന്നു പോയതാണ് രേണു സുധി. അവരുടെ മക്കളും. താങ്ങായി ആരുമില്ലാതെ ആ കൊച്ചുകുട്ടികളെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ വേണ്ടി ആ സ്ത്രീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ബിഗ് ബോസ് ഷോയിൽ പോയതിൻ്റെ പേരിൽ അവരെ സോഷ്യൽ മീഡിയയിൽ പലരും ഒരുപാട് കുറ്റപ്പെടുത്തി. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ തനിക്ക് ക്യാൻസർ രോഗമാണെന്ന അതീവ സങ്കടകരമായ വിവരം അവർ തുറന്നു പറഞ്ഞിട്ടും ആ രോഗാവസ്ഥയെപ്പോലും വിറ്റ് കാശാക്കാനും അപമാനിക്കാനും ചിലർക്ക് ഒട്ടും മടിപ്പുണ്ടാവുന്നില്ല. ചിലർ പറയുന്നു രേണു സുധി ക്യാൻസർ എന്ന് പറഞ്ഞ് ആളുകളുടെ സഹതാപവും പണവും തട്ടിയെടുക്കാൻ നോക്കുകയാണെന്ന്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, രേണു ഈ രോഗവിവരം സ്വയം വിളിച്ചു പറഞ്ഞ് ആളുകളുടെ മുന്നിൽ കൈനീട്ടിയതല്ല. അവർ പറയുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പുറത്തു വന്നതാണ്. കീമോതെറാപ്പി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ കണ്ട് ആരും വഴിയിൽ വെച്ച് കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത് ജനങ്ങളോട് തുറന്നു പറഞ്ഞത്. അതല്ലാതെ നിന്റെയൊന്നും സഹതാപം അവർക്ക് ആവശ്യമില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ അവസ്ഥയെങ്കിലും ഈ കുറ്റപ്പെടുത്തുന്നവർ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? തുടർച്ചയായി ആക്രമിക്കപ്പെടുമ്പോൾ സങ്കടം സഹിക്കാനാവാതെ ഒരുപക്ഷെ അവർ തിരിച്ചു പ്രതികരിച്ചിട്ടുണ്ടാകാം. ഒരു സ്ത്രീയെ അത്രത്തോളം വേദനിപ്പിച്ചാൽ അവൾ പ്രതികരിച്ചു പോകും. എന്നാൽ അതിൻ്റെ പേരിൽ അവൾക്ക് ഒരു മാരക രോഗം വന്നപ്പോൾ അവൾ ചാവട്ടെ, അവൾക്ക് അങ്ങനെ തന്നെ വരണം എന്ന് പറയാൻ മാത്രം ക്രൂരമായി പോയോ നിങ്ങളുടെയൊക്കെ മനസ്സ്? മുൻപ് അവരെ വെറുത്തവർ പോലും ഈ അവസ്ഥ അറിഞ്ഞ് മനസ്സലിഞ്ഞ് പ്രാർത്ഥനയോടെ കൂടെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിഷം ചീറ്റുന്ന കുറച്ചാളുകളുണ്ട്. ഇവറ്റകൾക്ക് ശരിക്കും മാനസിക രോഗമാണ്. ഏറ്റവും ഒടുവിൽ സിബി ചിരിക്കുടുക്ക എന്ന അക്കൗണ്ടിൽ നിന്നും രേണുവിനെതിരെ വന്ന ഒരു ക്രൂരമായ പോസ്റ്റ് കണ്ടപ്പോൾ ശരിക്കും പുച്ഛമാണ് തോന്നിയത്. ഒരു സ്ത്രീ മാരകമായ രോഗത്തോട് പൊരുതുമ്പോൾ അതിനെപ്പോലും അങ്ങേയറ്റം നാണം കെട്ട രീതിയിൽ അപമാനിച്ച് പോസ്റ്റിടാൻ ഇവനൊക്കെ എങ്ങനെ ധൈര്യം വന്നു? ഇത്തരം നാരിത്തരം കാണിക്കുന്നവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: ഒരു സ്ത്രീയുടെ രോഗാവസ്ഥയെയും കണ്ണീരിനെയും പരിഹസിച്ച് ഇവിടെ ആരും വലിയ ആളാകാൻ നോക്കണ്ട. ഈ വൃത്തികെട്ട പരിപാടി കാണിച്ച സിബി ചിരിക്കുടുക്ക എന്ന പ്രൊഫൈലിനെതിരെയും ഇത്തരക്കാർക്കെതിരെയും ശക്തമായ നിയമ നടപടി ഉണ്ടാകുക തന്നെ ചെയ്യും. രേണു സുധി ഒറ്റക്കല്ല, മനസാക്ഷിയുള്ള ഒരു വലിയ സമൂഹം പ്രാർത്ഥനകളോടെ അവർക്കൊപ്പമുണ്ട്. ഈ രോഗത്തെയും തോൽപ്പിച്ച് അവർ പൂർവാധികം ശക്തിയോടെ ഉഷാറായി തന്നെ തിരികെ നമ്മുടെ മുമ്പിലേക്ക് വരും. നിനക്കൊക്കെ അപ്പോഴും മറ്റുള്ളവരുടെ പച്ച ഇറച്ചി കടിച്ചു പറിച്ച് തിന്ന് പള്ള വീർപ്പിക്കുവാനേ കഴിയുകയുള്ളൂ. അല്ലാതെ നിന്നെക്കൊണ്ടും നിന്നെ പോലുള്ളവരെ കൊണ്ടും സമൂഹത്തിന് യാതൊരു നേട്ടവുമില്ല. പായ് ജന്മങ്ങൾ. പക്ഷേ ഈ ചെയ്തതിനുള്ള ഫലമെല്ലാം നിങ്ങളെ തേടി തന്നെ വരും. കർമ്മഫലം അനുഭവിച്ചേ തീരൂ.